ഹലോ. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന സിനിമ റിലീസായിട്ട് 45 വർഷമായിരിക്കുന്നു. 1980 ഡിസംബർ 25 തീയതിയാണ് സിനിമ റിലീസായത്. ഇപ്പോൾ 45 വർഷം. അങ്ങനെ നോക്കുമ്പോൾ മോഹൻലാൽ എന്ന വ്യക്തിയുടെ സിനിമാ ജീവിതത്തിനും 45 വർഷമായിരിക്കുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ ആദ്യം റിലീസാവുന്ന സിനിമ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളാണ്. നമ്മൾ അദ്ദേഹത്തെ ആദ്യമായി കാണുന്നതും മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന സിനിമയിലൂടെയാണ്. അതിനു മുമ്പ് അദ്ദേഹം തിരനോട്ടം എന്നൊരു സിനിമയിൽ അഭിനയിച്ചെങ്കിലും മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളാണ് ആദ്യം റിലീസായത്. അതിനുശേഷം എത്രയോ കഥാപാത്രങ്ങളിലൂടെ അദ്ദേഹം നമ്മെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും കരയിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ഒക്കെ ചെയ്തിരിക്കുന്നു. മറ്റൊരാൾക്ക് പകരക്കാരനായിട്ടാണ് അദ്ദേഹം മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലേക്ക് വരുന്നത്. ഇതിലെ നായകനായ ശങ്കറിന്റെ രണ്ടാമത്തെ സിനിമയാണ് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ. ശങ്കർ ആദ്യമായി അഭിനയിച്ച തമിഴ് സിനിമ ഒരു തലയിരാഗം തമിഴിൽ വളരെ വലിയൊരു ഹിറ്റായിരുന്നു. അതിൽ ശങ്കറിന്റെ വില്ലനായിട്ട് വന്നിരുന്നത് രവീന്ദ്രനാണ്. ശങ്കറിനെ നായകനായിട്ട് തിരഞ്ഞെടുത്തപ്പോൾ രവീന്ദ്രനെ വില്ലനായും മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലേക്ക് തിരഞ്ഞെടുത്തു. പക്ഷേ എന്തുകൊണ്ടോ താരതമ്യേന പുതുമുഖമായ സംവിധായകൻ ഫാസിലിന്റെ സിനിമയിൽ അഭിനയിക്കാൻ രവീന്ദ്രൻ താല്പര്യം കാണിച്ചില്ല. അദ്ദേഹത്തിന് അന്ന് തമിഴിൽ നിന്ന് ധാരാളം ഓഫറുകൾ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഇതിന്റെ നിർമ്മാതാവായ നവോദയ അപ്പച്ചൻ ഓഡിഷൻ വെക്കാമെന്ന് തീരുമാനിക്കുന്നതും അങ്ങനെ ഓഡിഷനിലൂടെ ലാലേട്ടൻ ഈ സിനിമയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നതും. വളരെ വ്യത്യസ്തനായ ആ വില്ലനെ മലയാളക്കരയാകെ ഏറ്റെടുത്തു. സിനിമ വമ്പൻ വിജയമായി. 7 ലക്ഷത്തിൽ നിർമ്മിച്ച സിനിമ 1 കോടിയോളം രൂപയാണ് തിയേറ്ററുകളിൽ നിന്ന് വാരിക്കൂട്ടിയത്. അക്കൊല്ലത്തെ 6 കേരള സംസ്ഥാന അവാർഡുകളാണ് സിനിമ നേടിയത്. മികച്ച നടി, മികച്ച ഗായകൻ, മികച്ച ഗായിക, ഏറ്റവും ജനപ്രീതിയുള്ള സിനിമ, മികച്ച സംഗീത സംവിധായകൻ തുടങ്ങിയ അവാർഡുകൾ സിനിമ നേടി. ഇതിലെ സംഗീത സംവിധായകനായ ജെറി അമൽദേവിന്റെയും ആദ്യ സിനിമയായിരുന്നു മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ. അന്നത്തെ ആ വില്ലൻ ഇന്ന് നമുക്ക് ഏറ്റവും പ്രിയങ്കരനായ നായകനായി മാറിയിരിക്കുന്നു. അദ്ദേഹം ഒരു നിറസാന്നിധ്യമായി മലയാള സിനിമയാകെ നിറഞ്ഞു നിൽക്കുന്നു. ബോക്സ് ഓഫീസ് ഹിറ്റുകളുമായി വന്ന് നമ്മളെ വിസ്മയിപ്പിക്കുകയും തിയേറ്ററുകളാകെ ഇളക്കി മറിക്കുകയും ചെയ്യുന്നു. അദ്ദേഹം തന്റെ ജൈത്രയാത്ര തുടർന്നുകൊണ്ടേയിരിക്കട്ടെ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുമല്ലോ. എൻ്റെ വീഡിയോ കണ്ടതിൽ ഒരുപാട് സന്തോഷം. ഇനിയും മറ്റൊരു വീഡിയോയിൽ കാണാം.